നമസ്കാരം. കർണാടകയിലെ മൈസൂർ കുടക് ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മൈസൂർ വൊഡയാർ രാജവംശത്തിലെ പിന്മുറക്കാരനായ യദുവീർ കൃഷ്ണദത്ത ചാമരാജ വൊഡയാറാണ്. പക്ഷേ സ്വന്തമായി യദുവീറിന് വീടോ സ്വത്തോ കാറോ ഭൂമിയോ ഒന്നും തന്നെയില്ല. വരണാധികാരിക്ക് മുന്നിൽ ഇന്ന് പത്രിക സമർപ്പിച്ച സമയത്താണ് ഇത്തരം കൗതുകമുള്ള കുറെ അധികം വിവരങ്ങൾ പുറത്തു വരുന്നത്. അമ്മ പ്രമോദ ദേവിക്കൊപ്പം എത്തിയാണ് യദുവീർ പത്രിക സമർപ്പിച്ചത്. മൈസൂർ കൊട്ടാരത്തിലേക്ക് 3 വയസ്സുള്ളപ്പോൾ ദത്തെടുക്കപ്പെട്ട ആളാണ് 32 വയസ്സുള്ള യദുവീർ. 2015 മൈസൂർ രാജ്യത്തിന്റെ 27ാമത്തെ ഭരണാധികാരിയായി യദുവീറിനെ അഭിഷേകം ചെയ്തത്. മൈസൂർ അംബാവിലാസം കൊട്ടാരത്തിൽ നിന്നും ആദ്യമായാണ് കൊട്ടാരത്തിന്റെ ഒരു പ്രതിനിധി ജനാധിപത്യ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആ അംഗീകാരം കൂടി യദുവീറിന് സ്വന്തമാണ്. എന്തായാലും വരണാധികാരിക്ക് സമർപ്പിച്ച മറ്റു രേഖകളിൽ 4.99 കോടി രൂപയുടെ സ്വത്ത് വകകളാണ് മൈസൂർ രാജാവിന് ഉള്ളതായി കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഭാര്യ ത്രിശിഖ കുമാരിയുടെ കൈവശം 1.04 കോടി രൂപയും തന്റെ കൈവശം 3.64 കോടി രൂപയും ഉണ്ട് എന്നാണ് യദുവീർ സമർപ്പിച്ചിരിക്കുന്ന കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. യദുവീറിന്റെ കൈവശം 4 കിലോഗ്രാം സ്വർണ്ണ ആഭരണങ്ങളുണ്ട്. ഇതുൾപ്പെടെ കൈവശമുള്ള മറ്റ് ലോഹങ്ങൾ 3.39 കോടി രൂപ വിലമതിക്കുന്നതാണ്. മാത്രമല്ല ഭാര്യയുടെ കൈവശം 1 കോടി രൂപ വില വരുന്ന വിവിധ ലോഹങ്ങളിലുള്ള ആഭരണങ്ങൾ ഉണ്ട് എന്നുകൂടി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. എന്തായാലും മൈസൂർ കുടക് മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് MP ആയ പ്രതാപ് സിംഹയ്ക്ക് ടിക്കറ്റ് നിഷേധിച്ചുകൊണ്ടാണ് BJPയുടെ ദേശീയ നേതൃത്വം മൈസൂരു രാജകുടുംബ അംഗമായ യദുവീറിന് ഇവിടെ ടിക്കറ്റ് നൽകിയത്. തികച്ചും അമിത്ഷായുടെയും മോദിയുടെയും ഇടപെടൽ കൊണ്ട് എടുത്ത ഒരു തീരുമാനം കൂടിയായിരുന്നു ഇത്. കോൺഗ്രസിന്റെ M ലക്ഷ്മണയാണ് യദുവീറിന്റെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി. എന്തായാലും തുടക്കത്തിൽ പ്രതാപ് സിംഹ ശബ്ദമൊക്കെ ഉയർത്തി രംഗത്ത് വന്നിരുന്നു. ഒരു വിമത നീക്കം നടത്തിയേക്കുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ യദുവീറിനൊപ്പം വോട്ട് അഭ്യർത്ഥിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.